ഇന്നലെ എൻ്റെ ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായേ. അവർക്ക് ഫണ്ട് കളക്ഷൻ വേണ്ടി കേക്കുകൾ സപ്ലൈ ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചു. അപ്പോൾ ഇന്നലെ സാമ്പിളൊക്കെ ആയിട്ട് വന്നു. പെട്ടെന്ന് ഞാനവിടെ മാറിയത്, ഒന്നും മിണ്ടാനൊന്നും പോയില്ല അവിടെ. പക്ഷെ എനിക്ക് പെട്ടെന്ന് തോന്നി, നമ്മളിത് മിണ്ടാതിരിക്കേണ്ട, നമ്മൾ ചോദിക്കാമല്ലോ, ഇത് ആരുണ്ടാക്കുന്നതൊക്കെ ചോദിക്കാമല്ലോ. ഞാൻ അവിടെ ചോദിച്ചു, മക്കളിത് ആരുണ്ടാക്കുന്ന കേക്കാ? അപ്പോൾ അവരോട് പറഞ്ഞു, ചേട്ടത് ഞാൻ പറഞ്ഞ ബേക്കറിയുടെ പേരെന്നാ? അവർ ബേക്കറിയുടെ പേരും പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, അപ്പോൾ ആ പേര് പറഞ്ഞപ്പോൾ എനിക്ക് ഏത് മതസ്ഥരാണ് ഉണ്ടാക്കുന്നത് ബോധ്യം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചത് ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാക്കുന്ന? അവർ മുസ്ലിംസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുള്ള നിങ്ങൾ അറിയുന്നില്ലേ? ഈ തുപ്പിലും തൂറിയത് ഹലാലാക്കിയപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ ദയവ് ചെയ്ത് കൊണ്ടുവരരുത് കേട്ടോ. എടോ പുരോഹിത, ആ ഒരു ഭക്ഷണമുണ്ടല്ലോ, നീ ഹലാലാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി ആ ഭക്ഷണം അടിച്ചു കൊല്ലുന്ന പന്നി മാംസം പോലെയല്ല അത്. അതത്ര പ്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തന്നെയാണ്. തുപ്പിയതും തൂറിയതും നിനക്ക് വേണമെങ്കിൽ ഞങ്ങൾ അങ്ങ് കൊണ്ടുതരാം. പക്ഷെ അനാവശ്യമായിട്ടൊരു സമുദായത്തെ ചവിട്ടിത്താത്ത ശ്രമിക്കുമ്പോൾ ഫാക്ട് എന്നൊന്നുണ്ടല്ലോ, അത് പരിശോധിക്കുകയെങ്കിലും ചെയ്യുക. എന്നാലും എല്ലാവർക്കും ഒരു ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഞങ്ങളുടെ നാട്ടിലുള്ള മുസ്ലിം ഉണ്ടാക്കിയ അതേ കേക്ക് മുറിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷിക്കും.